ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലേക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. റാഗി വെച്ചിട്ടാട്ടോ. നല്ല അയണും അതുപോലെ പൊട്ടാസ്യം പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണോളം റാഗിയുടെ പൗഡറാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ ഇത് ഈ ഒരു പാനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു പകുതിയോളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അങ്ങ് കലങ്ങിയിട്ട് കിട്ടും കേട്ടോ. റാഗിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ ടേസ്റ്റ് ഉണ്ടാവുക എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല പോലെ ഇഷ്ടമാവേ. ഇനി നമ്മൾ ഫ്ലെയിം അങ്ങ് ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ കൈ വിടാണ്ട് ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടേ നിന്നാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് കട്ട് കുത്തിയിട്ട് പോകും. അപ്പോൾ കുറച്ച് ടൈം ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കുറുക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതെല്ലാം ഒന്ന് ചൂടായി വരുന്നതോട് കൂടിയിട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇങ്ങനെ കുറുകിയിട്ട് വരും. എന്നാലും കുറച്ച് ടൈം നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് ആ ഒരു പൊടിയുടെ ആ ടേസ്റ്റ് ഒന്ന് പോയി കിട്ടാൻ വേണ്ടി നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്താൽ മതിയേ. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് റാഗി നന്നായിട്ട് കുറുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് തണുക്കാനായിട്ട് ഒന്നങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് ബീട്രൂട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു പാനിലേക്ക് അങ്ങിട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് 1 കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായിട്ട് വരും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് കുക്ക് ചെയ്തിട്ട് തണുത്ത് വരാനായിട്ട് അങ്ങ് മാറ്റി വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ട് ഈത്തപ്പായ ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 10 ഈത്തപ്പായ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊന്ന് സോക്കായി വന്നതിന് ശേഷം അതിൻ്റെ കുരുക്കൊന്ന് ഒന്ന് കളഞ്ഞ് ഇതൊന്ന് മാറ്റിയെടുത്താൽ മതി കേട്ടോ. ചൂടുവെള്ളം ആകുമ്പോൾ പെട്ടെന്ന് തന്നെ സോക്കായിട്ട് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് നമുക്ക് ഇതാ ഒരു 10 കാഷ്യൂനട്ടും ഒരു 10 ബദാമും വേണം കേട്ടോ. അത് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അത് രണ്ടും ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് ഇങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി കുറുക്കി എടുത്തിട്ടുള്ള റാഗി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. തണുത്ത് വന്നതിന് ശേഷം വേണ്ട നമ്മൾ എടുക്കാൻ. അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഉണ്ടല്ലോ, അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ കേട്ടോ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറുപഴമാണ് കേട്ടോ വേണ്ടത്. ഏത് പഴം, മൈസൂർ പഴം ആയാലും നാരിപ്പൂവനായാലും ഏതായാലും കുഴപ്പമില്ല. അത് നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴം ഞാൻ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതും അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ സോക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ബദാമും അതുപോലെ തന്നെ ആ ഒരു കാഷ്യൂനട്ടും അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ വേണ്ടത്. ഞാൻ 2 കപ്പോളം നല്ല പോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. നല്ല പോലെ സ്മൂത്തായിട്ട് അടിച്ചെടുക്കണേ. അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്മൂത്ത് ആക്കിയിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ഈ ഒരു ജ്യൂസ് കിട്ടുക. വല്ലാണ്ട് അങ്ങ് തിക്കായി പോകാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ ഒരു രീതിയിൽ വേണം ഇതൊന്ന് എടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആൻഡ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു നോമ്പ് തുറക്കുന്ന ടൈമിലേക്ക് ഇതൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.